ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് എത്തിയിട്ടുള്ളത് കൊല്ലം ജില്ലയിലുള്ള നമ്മുടെ സുഹൃത്ത് അശ്വിൻ്റെ ഫാമിലാണ്. കുറച്ച് കാലങ്ങളായിട്ട് അശ്വിൻ ഇവിടെ ബയോഫ്ലോക് സിസ്റ്റം ചെയ്യുന്നുണ്ട്. കുറച്ച് മുമ്പ് നമ്മൾ ബയോഫ്ലോക് സിസ്റ്റം ഇവിടുന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അശ്വിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിയില്ല. അശ്വിൻ ഒരു തവണ ഇവിടുന്ന് ഹാർവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് ബയോഫ്ലോക്കിന്ന്. അപ്പോൾ അശ്വിൻ്റെ എക്സ്പീരിയൻസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മുടെ സുഹൃത്തുക്കളിൽ പലരും ഇന്ന് ബയോഫ്ലോക് സിസ്റ്റം ഫോളോ ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടുന്നുള്ള വിശ്വാസമുണ്ട്. ഞാൻ അബ്ദുൽ സമദ് കുറ്റു, വെൽക്കം ടു അവർ വീഡിയോ വ്ലോഗ്. ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. നമസ്കാരം. കുറച്ച് കാലങ്ങളായിട്ട് അശ്വിൻ ഭായ് ബയോഫ്ലോക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹാർവെസ്റ്റും കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ എന്താണ് ഈ ബയോഫ്ലോക് കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളൊക്കെ മനസ്സിലായത്? ബയോഫ്ലോക്കിന് ഏറ്റവും നല്ലൊരു ഗുണം എന്ന് പറയുന്നത് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്. കാര്യം മറ്റ് എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല, ചീപ്പാണ്. ടാങ്ക്, നമുക്ക് എയറേറ്റർ, പിന്നെ സെറ്റിലിംഗ് ടാങ്ക്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുള്ളൂ. മറ്റ് RISൻ്റെ കൂടെയുള്ള മീഡിയകളോ മെക്കാനിക്കൽ ഫിൽറ്ററോ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പിന്നെ എക്സ്ട്രാ നമുക്ക് ആർഡർ അഡ്വാൻറ്റേജ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഫീഡിങ് നമുക്ക് ഏകദേശം ഒരു 10 തൊട്ട് 20% വരെയൊക്കെ നമുക്ക് അതിൻ്റെ ഫീഡ് കോസ്റ്റ് ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. ഗ്രോത്ത് കുറച്ചുകൂടെ ഐഡൻറ്റിക്കലായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ RISലെ കൂട്ടല്ല, കുറച്ചുകൂടെ എല്ലാ ഫിഷ് തമ്മിലും വെയിറ്റിൽ ആൾമോസ്റ്റ് ഒരു സിമിലാരിറ്റിയൊക്കെ വരുന്നുണ്ട്. മറ്റേതിൽ വളരെ വലിയ വേരിയേഷൻസ് വരുന്നുണ്ട് വലിപ്പത്തിൽ. അപ്പോൾ ഇതിൽ അത്രയും അങ്ങോട്ട് വരുന്നില്ല. അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ഞങ്ങൾ ഫേസ് ചെയ്ത പ്രശ്നം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് മോർട്ടാലിറ്റി വരെ ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന് അമോണിയ കൂടും. അമോണിയയുടെ കൂടുതൽ വരുന്നതിന് 2 കാരണങ്ങൾ. ഒന്നെന്ന് പറയുന്നത് നമ്മൾ കാർബൺ സോഴ്സിൻ്റെ കോസ്റ്റ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കോസ്റ്റ് നമ്മൾ കുറയ്ക്കാനായിട്ട് നമ്മൾ ഈ ഗോതമ്പ് പൊടി, അരിപ്പൊടി അങ്ങനെയുള്ള സിമ്പിളല്ലാത്ത കോംപ്ലക്സ് ആയിട്ടുള്ള കാർബൺ സോഴ്സുകൾ നമ്മൾ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ വേസ്റ്റ് സോളിഡ്സ് ഇതിനകത്ത് ഒരുപാട് കൂടും. അപ്പോൾ ഓക്സിജൻ്റെ അളവ് കുറയും. അങ്ങനെ അമോണിയ കൂടാനുള്ള നമ്മൾ കുറയ്ക്കുന്നതിനേക്കാളും കൂടാനുള്ള കണ്ടീഷൻസൊക്കെ വരാറുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഷുഗർ. അപ്പോൾ ഷുഗറെന്ന് വെച്ചാൽ ഇപ്പം അറിയാം, കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ 1 കിലോയ്ക്ക് 42 രൂപ വരെ വിലയുണ്ട്. അങ്ങനെയുള്ളൊരു സാധനം നമ്മൾ ഇതിൻ്റെ ടോട്ടൽ ഒരു കിലോഗ്രാം തീറ്റ എടുക്കുമ്പോൾ ആൾമോസ്റ്റ് 500 ഗ്രാം അല്ലെങ്കിൽ 300 ഗ്രാമൊക്കെ ഷുഗർ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ഇതിലേക്ക് പോകുമ്പോൾ അത്രയും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ ഇതിൽ മറ്റൊരു പ്രശ്നം, കറക്റ്റായിട്ട് സോളിഡ്സ് മാനേജ്മെൻറ്റ് നടത്തിയില്ലെങ്കിലും ഈ ഒരു അമോണിയ കൂടുന്നൊരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ അതിന് നമ്മളിവിടെ സെറ്റിലിംഗ് ടാങ്ക് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ പല സിസ്റ്റത്തിലും സെറ്റിലിംഗ് ടാങ്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. എല്ലാവരും ജസ്റ്റ് അതിൻ്റെ അടിയിൽ നിന്ന് വേസ്റ്റ് എടുത്ത് കളയുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് എല്ലാവരും പോകുന്നത്. ഇതിനെല്ലാവർക്കും ഒരു ഇതുണ്ട്, ഒരുപാട് സോളിഡ്സ്, അതായത് ഒരുപാട് ഫ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ എന്നത്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് അമോണിയ കൺട്രോൾ ചെയ്യാനും ഫിഷിൻ്റെ ഒരു എക്സ്ട്രാ സബ്സ്റ്റിറ്റ്യൂട്ട് ഫീഡ് എന്നുള്ള രീതിയിലും കുറച്ച് ഫ്ലോക്ക് വേണമെന്നുള്ളതൊക്കെയാണ്. പക്ഷേ അത് എക്സസ് ആയിട്ടൊന്നും വേണ്ട. ആൾമോസ്റ്റ് ഒരു 15-20 ആ റേഞ്ചിലൊക്കെ മതിയാകും. ഞങ്ങളിവിടെ നിർത്തുന്ന ഏകദേശം 10 തൊട്ട് 15 എന്നൊക്കെ ഉള്ള അളവിലൊക്കെ നിർത്തുന്നത്. അപ്പോൾ സെറ്റിലിംഗ് ടാങ്കൊക്കെ ഉള്ളതുണ്ട്. അങ്ങനെ നിർത്തിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് നമുക്കതിൽ കിട്ടുന്നുണ്ട്. ഫിഷിൻ്റെ ഗ്രോത്തിലായാലും ഓക്സിജൻ്റെ അളവിലായാലും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫീഡ് ഈ ബാക്ടീരിയയുടെ എണ്ണം കൂട്ടുന്നതനുസരിച്ചിട്ട് അവർക്കുള്ള ഓക്സിജൻ ഡിമാൻഡും കൂടിക്കൊണ്ടിരിക്കും. ഇത് വെള്ളത്തിൽ കിടക്കുന്നതോറും ഫിഷിന് കിട്ടേണ്ട ഓക്സിജൻ കുറയും. അതിൻ്റെ ഒരു ഷെയർ ഇങ്ങോട്ട് പോകും. അപ്പോൾ അത്രയും ഓക്സിജൻ്റെ ഒരു ഡിപ്ലീഷൻ നമ്മുടെ സിസ്റ്റത്തിലുണ്ടാകും. ഇപ്പം പെട്ടെന്നൊരു കറണ്ട് ഒന്ന് പോവുകയോ അല്ലെങ്കിൽ ഇതാവുകയോ ചെയ്തു കഴിഞ്ഞാലും നല്ല സോളിഡ് സ്റ്റുമോലൊക്കെ ഉള്ളൊരു സിസ്റ്റം ആണെങ്കിൽ കുറച്ച് നേരം കൂടെ ഒക്കെ ഫിഷ് സർവൈവ് ചെയ്യും. മറ്റേതിൽ പെട്ടെന്ന് മോർട്ടാലിറ്റി സ്റ്റാർട്ട് ചെയ്യും. ഇത് താഴെ അടിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടാകും. അപ്പം ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ കൂടുതൽ സോളിഡ്സ് ഒന്നും പോകാൻ പാടില്ല. അപ്പോൾ ഈ മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ ഞാൻ മനസ്സിലാക്കിയത് ഈ കാർബൺ സോഴ്സിൻ്റെ കോസ്റ്റാണ്. കാർബൺ സോഴ്സിന് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പഞ്ചസാര ആഡ് ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് കുറേ കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഒരുപാട് കോസ്റ്റ് ആവുന്നൊരു സംഭവമാണ്. ഇത് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചിലപ്പോൾ വില കൂടാം. അപ്പോഴും നമുക്ക് പിന്നെ നമ്മുടെ ഫീഡിങ് കോസ്റ്റ് കൂടുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് വരാത്തുള്ളൂ. അപ്പം അതിനുള്ള ബെറ്റർ എനിക്കൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ RISും കൂടെ ഇതിൽ ഒരു കോമ്പിനേഷൻ ചെയ്യുക എന്നുള്ളത്, അതായത് ഒരു ഹൈബ്രിഡൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് മറ്റൊരു സിസ്റ്റം, നൈട്രിഫിക്കേഷൻ വേണ്ടിയിട്ടൊരു സിസ്റ്റമോ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ എമൗണ്ട്, കുറച്ച് എമൗണ്ട് നൈട്രജനെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അളവിൽ മറ്റൊരു യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്താൽ അത്രയും അളവ് കുറച്ച് സോളിഡ്സ് അല്ലെങ്കിൽ കുറച്ച് കാർബൺ സോഴ്സ് നമുക്ക് മതിയായി വരും. ചിലപ്പോൾ കാർബൺ സോഴ്സ് ഒട്ടും ഉപയോഗിക്കാത്ത രീതിയിൽ വേണമെങ്കിൽ, നല്ലൊരു ഡിസൈൻ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ നമുക്ക് കാർബൺ സോഴ്സ് ഉപയോഗിക്കാതെ തന്നെ അത് ഡിസൈൻ ചെയ്ത് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ കാർബൺ സോഴ്സിൻ്റെ കാൽക്കുലേഷനോ CN റേഷ്യോ കാൽക്കുലേഷനോ ഒന്നും ഇത് ചെയ്യുന്ന ഓപ്പറേറ്റർ അറിയണ്ട. ഈവൻ പുറത്ത് ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും അവരുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഇത് മാനേജ് ചെയ്യാം. കാര്യം അതിനെപ്പറ്റിയിട്ട് അറിയാത്ത ആൾക്കാർക്ക് പോലും ഇത് പ്രത്യേകിച്ച് അഡീഷനൊന്നും വരുന്നില്ല. ആകെ തീറ്റ കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട.
ഇതിൽ നോർമലായിട്ടുള്ളൊരു ബയോഫ്ലോക്കിലാണെങ്കിൽ നമ്മൾ തീറ്റയിലുള്ള പ്രോട്ടീൻ്റെ അളവ് അതിലുള്ള നൈട്രജൻ്റെ അളവ് ഒക്കെ എടുത്തിട്ട് അതിന് ആനുപാതികമായിട്ട് കാർബൺ സോഴ്സ് കൊടുത്തില്ലെങ്കിൽ അമോണിയ കൂടും. ഈ കാർബൺ സോഴ്സ് കൂടുതലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രശ്നം വരുന്നത് ഓക്സിജൻ കുറയും. അപ്പോൾ ഒരുപാട് നമ്മൾ കൊടുത്ത കാർബൺ സോഴ്സ് ഒരുപാട് കൂടിപ്പോയെന്ന് വെച്ചോ, പെട്ടെന്ന് ബാക്ടീരിയയുടെ ബയോമാസ് ഒരുപാട് വർദ്ധിക്കാൻ തുടങ്ങും. അങ്ങനെ വർദ്ധിക്കുന്തോറും ഈ സെൽ പ്രൊഡക്ഷനും ആ സെല്ലിൻ്റെ നിലനിൽപ്പിനും വേണ്ടിയിട്ട് നല്ല എമൗണ്ട് ഓക്സിജൻ അവരെടുക്കും. അപ്പോൾ ഫിഷിൻ്റെ ടോട്ടൽ വെള്ളത്തിലുള്ള ഓക്സിജൻ ഈ പറഞ്ഞ ഫിഷിൻ്റെ ടോളറൻസിന് താഴെ പോകും. അപ്പോൾ ഇപ്പം 3 ppm താഴെ പോയി കഴിഞ്ഞാൽ തിലാപ്പിയയ്ക്ക് മോർട്ടാലിറ്റി വരും. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ഇവൻ നമ്മളിന് നല്ല എയറേഷൻ കൊടുത്താലും അതിന് ഒരുപാട് ടൈം എടുക്കും ഈ പറഞ്ഞ എമൗണ്ടിലേക്ക് ഓക്സിജൻ എത്താനായിട്ട്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനൊക്കെ ഒത്തിരി കണ്ടീഷനിലോട്ടൊക്കെ പോകും. അപ്പോൾ നമ്മളൊരു ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും ഒന്നുകൂടെ ഞാൻ നോക്കിയിട്ട് നല്ലത്. ഇവിടുത്തെ കണ്ടീഷൻ നമ്മുടെ നാട്ടിലെ കണ്ടീഷനിൽ ഏറ്റവും നല്ലത് ഹൈബ്രിഡൈസ് ചെയ്ത്, അതായത് ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വരും ഇതിൻ്റെ മീഡിയയ്ക്കും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് അത് മറികടക്കും. കാര്യം ഒരു 1-2 കൾച്ചറിനാകുന്ന കാർബൺ സോഴ്സിൻ്റെ ചിലവേ നമുക്ക് വരത്തുള്ളൂ നമുക്ക് ഈ ഒരു സിസ്റ്റം അഫോർഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇത്രയും നാൾ ചെയ്തത്. ബയോഫ്ലോക്കിൽ വളർത്തുന്ന മത്സ്യങ്ങൾക്ക് ഗ്രോത്ത് കുറവാണെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? അതിപ്പോൾ നമ്മൾ കറക്റ്റ് ഡെൻസിറ്റി, അതായത് ഇതിന് പറഞ്ഞേക്കുന്ന ഡെൻസിറ്റിയിലും അതിൻ്റെ പാരാമീറ്റേഴ്സും എല്ലാം കറക്റ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് നല്ല ഗ്രോത്ത് കിട്ടും. പക്ഷേ പലയിടത്തും ഗ്രോത്ത് കിട്ടുന്നില്ല എന്ന് പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് സോളിഡ് റിമൂവൽ കറക്റ്റായിട്ട് നടക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് വരും. എപ്പോഴും ഫിഷിൻ്റെ വളർച്ച എന്ന് വെച്ചാൽ മെയിൻലി നമ്മുടെ ഓക്സിജൻ്റെ അളവിന് നല്ലൊരു ഈ പറഞ്ഞ റിലേഷനുണ്ട്. ഓക്സിജൻ്റെ അളവ് ഒരുപാട് കുറവാണെങ്കിൽ ഇത് ഡെയിലി എടുക്കുന്ന ഫീഡിൻ്റെ അളവ് കുറവായിരിക്കും, ഒരുപാട് കുറവായിരിക്കും. അപ്പോൾ അതിനെക്കൊണ്ട് ഡൈജസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടാതെ ബ്ലഡിൽ അത്ര ഓക്സിജൻ കിട്ടാതെ വരുമ്പോഴൊക്കെ അതിന് ഫീഡിങ് റേറ്റ് ഒക്കെ കുറയും. അപ്പോൾ അതൊരു മെയിൻ റീസണാണ്. അപ്പോൾ സോളിഡ്സ് മാക്സ് നമ്മൾ ഈ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയണം. നമുക്ക് വേണ്ട ഫ്ലോക്ക് ഡെൻസിറ്റിയിൽ മാത്രം നിർത്തിയിട്ട് ബാക്കി സോളിഡ്സിനെ നമ്മളെപ്പോഴും പുറത്ത് കളഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ എപ്പോഴും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമായിട്ട് ബയോഫ്ലോക്ക് വർക്ക് ചെയ്യത്തുള്ളൂ. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരും. പിന്നെ രണ്ടാമത്തെ കാര്യം ഡെൻസിറ്റി. ഇപ്പോൾ പലരും ബയോഫ്ലോക്കിനെ വിചാരിച്ചിരിക്കുന്നത് സൂപ്പർ ഹൈ ഡെൻസിറ്റി ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ്. അതൊക്കെ കൂടുതലും ഇന്തോനേഷ്യയിലൊക്കെ വീഡിയോ കണ്ടിട്ടാണ്. ഇന്തോനേഷ്യയിലൊക്കെ വീഡിയോയിലൊക്കെ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എയർ ബ്രീത്തിങ് ഫിഷസാണ് കൂടുതൽ അവർ കാണിച്ചത്. അവരുടെ തിലാപ്പിയുടെ ഈ വീഡിയോസ് അനുസരിച്ച് നമുക്കറിയാം അത് വളരെ കുറച്ചുള്ള ഡെൻസിറ്റി. അവർ ചെയ്യുന്ന വീഡിയോസിലെല്ലാം അവർ കാണിക്കുന്ന വാള, ഈ പറഞ്ഞ മലേഷ്യൻ വാള, നമ്മുടെ ആഫ്രിക്കൻ മുഷി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഫിഷുകളാണ് കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ എന്ന് വെച്ചാൽ ഓക്സിജൻ്റെ അളവ് ഈ പറഞ്ഞ പുറത്തുനിന്ന് ഓക്സിജൻ എടുക്കാനുള്ളൊരു ഇതുള്ളത് കൊണ്ട് തന്നെ ഈ സോളിഡ്സിൻ്റെ പ്രശ്നങ്ങളൊന്നും അതിനെ ചെയ്യാത്തത് കൊണ്ടും അമോണിയ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അഫക്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അവർ അത്രയും ഡെൻസിറ്റിയിൽ വളർത്തുന്നത്. പക്ഷെ നമ്മൾ തിലാപ്പിയൊക്കെ ചെയ്യുമ്പം ആ ഡെൻസിറ്റിയിൽ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വളർത്തി ഒരിക്കലും നമുക്ക് ഗ്രോത്ത് കിട്ടുന്നില്ല. നമുക്ക് ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിലോഗ്രാം ആണോ നമ്മൾ അല്ല എത്ര ഗ്രാം ആണോ നമ്മുടെ മാർക്കറ്റ് സൈസ് അതിനനുസരിച്ചിട്ട് ഡെൻസിറ്റി കീപ്പ് ചെയ്യണം. അതായത് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു 20 to 25 കിലോഗ്രാം പെർ m³ എന്നുള്ള കണക്കിൽ മാത്രം ചെയ്യുക. 25 കിലോഗ്രാം ഒരു മീറ്റർ ക്യൂബിന് ഒരു 1000 ലിറ്ററിൽ 25 കിലോഗ്രാം വരുന്ന രീതിയിൽ മാത്രം ഫിഷിനെ സ്റ്റോക്ക് ചെയ്യുക. അതിനനുസരിച്ചിട്ട് അതിൻ്റെ നമ്പർ ഡിവൈഡ് ചെയ്യുക. അതായത് 25 നമ്മളിപ്പോൾ 1000 ലിറ്ററിൽ ഒരു 100 ഫിഷിനെ ഇടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് 200 ഗ്രാം 250 ഗ്രാം ആവുന്നതിനടുത്ത് തന്നെ ഇതിനെ ഹാർവസ്റ്റ് ചെയ്യാൻ തുടങ്ങണം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡെൻസിറ്റി അങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. അപ്പോൾ ഓക്സിജൻ്റെ അളവ് കുറയും, ഫിഷിൻ്റെ ഫീഡിങ് റേറ്റ് കുറയും. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. അതാണ് മെയിൻലി ആൾക്കാർക്ക് ഇതിന് ഗ്രോത്ത് കിട്ടാത്ത ഒരു കാരണം. പിന്നെ കാർബൺ സോഴ്സ് പലരും ചീപ്പായിട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ച പോലെ തന്നെ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കും. അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് പിന്നെയും സോളിഡ്സിൻ്റെ അളവ് കൂടും. അതായത് ഇതെന്നൊക്കെ പറഞ്ഞാൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബൺ സോഴ്സാണ്. അപ്പോൾ ഇതിനെ പെല്ലറ്റാക്കി എടുത്തുകൊണ്ട് ഇതിൻ്റെ പുറത്തെല്ലാം നല്ല രീതിയിൽ ബാക്ടീരിയയുടെ ഫിലിം വരും. അപ്പോൾ ഇതിനെല്ലാം ഓക്സിജൻ വേണം. അപ്പോൾ നമ്മൾ ഈ സോളിഡ്സ് കൂടുള്ള സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാലും പ്രശ്നമാണ്. ഇപ്പോൾ ഷുഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ലയിച്ച് ചേർന്ന് പെട്ടെന്ന് സിമ്പിളായിട്ടുള്ളൊരു കാർബണാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനം ഉപയോഗിക്കുക. മാക്സിമം സോളിഡ്സ് റിമൂവ് ചെയ്യുക. പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു സെറ്റിലിംഗ് ടാങ്ക് സെറ്റ് ചെയ്യുക. ചെറിയ ടാങ്കിലൊന്നും വേണമെന്നില്ല, വലിയ ടാങ്കുകളൊക്കെ ഒരു സെറ്റിലിംഗ് ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഇതിൽ കിട്ടും. ഇനീഷ്യലി ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായതുകൊണ്ടാണ് അതുകൊണ്ട് കർഷകർ ബയോഫ്ലോക് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. തുടക്കത്തിലൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ബയോഫ്ലോക് സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവാണ്, തീറ്റ ചെലവ് കുറവാണെന്നാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നേരിട്ട പോലെ കാർബൺ സോഴ്സ് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒന്നെങ്കിൽ സെയിമോ അല്ലെങ്കിൽ കൂടുതലായിരിക്കും അല്ലേ? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൾമോസ്റ്റ് നമ്മുടെ സാധാ ഒരു RI സിസ്റ്റമൊക്കെ റൺ ചെയ്യുന്നതിന് അത്രയും തന്നെ ചിലവ് ഇതിലും വരുന്നുണ്ട്. ഒരു ഷുഗറിൻ്റെ കോസ്റ്റ് ഇവിടെ നോക്കുവാണെങ്കിൽ കാര്യം നമുക്ക് ആ ഒരു 20% ഫീഡ് കോസ്റ്റിൽ കുറവ് വരുന്നുണ്ട്. ഇപ്പം ഷുഗറിൻ്റെ കോസ്റ്റ് ഇങ്ങനെ കുടിക്കാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അഫോർഡ് ആകത്തില്ല. നമുക്ക് ഓപ്പറേഷൻ കോസ്റ്റ് കൂടും എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്.
അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനത്തിൻ്റെ വില കുറയണം. ഷുഗറിന് ഇപ്പോൾ തന്നെ നമ്മൾ 142 രൂപ കിലോയ്ക്ക് വിലയുണ്ട്. അപ്പോൾ അത് ഹോൾസെയിൽ റേറ്റിലൊക്കെ എടുക്കുവാണെങ്കിൽ പിന്നെയും കുറച്ച്, എങ്കിൽ പോലും നമ്മൾ ഇനി അങ്ങോട്ട് വരുന്തോറും ഇതിൻ്റെ കോസ്റ്റ് നമുക്ക് കൂടുതൽ വരാനാണ് സാധ്യത. അപ്പോൾ കാർബൺ സോഴ്സ് മെയിൻ ഒരു പ്രശ്നമാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ. നമ്മൾ അതുകൊണ്ടാണ് ആൾക്കാർ ഈ സിമ്പിളായിട്ടുള്ള കാർബൺ സോഴ്സ് ഗോതമ്പൊടി, അരിപ്പൊടി ഇങ്ങനെ സാധനങ്ങളോട്ട് പോകുന്നത്. പക്ഷേ അത് ഉപയോഗിക്കുമ്പോഴുള്ള ഇഷ്യൂസാണ് നമ്മൾ പറഞ്ഞത്, ഓക്സിജൻ്റെ പ്രശ്നവും അമോണിയയുടെ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ബെറ്റർ ഞാൻ പറയാം ഇപ്പോൾ ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിലോട്ട് ചേഞ്ച് ആവുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അതല്ലെങ്കിൽ ഈ കാർബൺ സോഴ്സ് ചീപ്പായിട്ടുള്ള വേറെ എന്തെങ്കിലും ഉപയോഗിക്കണം. ഇപ്പോൾ പറഞ്ഞാൽ ഈ ഗോതമ്പൊടിയോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ നല്ലതായിട്ട് മോണിറ്റർ ചെയ്ത് നമ്മൾ ഈ സോളിഡ്സ് എല്ലാം പുറത്ത് കളഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് കളഞ്ഞ് കുറച്ച് വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം ആഡ് ചെയ്ത് അങ്ങനെ ഫ്ലോക്ക് ഡെൻസിറ്റി ഒക്കെ കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ഓക്കെ ചെയ്യാം. എങ്കിലും ഇതിപ്പോൾ ഞങ്ങൾ ചെയ്ത കൾച്ചറിൽ എനിക്ക് തോന്നിയത് ആൾമോസ്റ്റ് മറ്റേതിനൊക്കെ ഉള്ള അത്രയും തന്നെ ചിലവ്, നമ്മൾ ഷുഗറിൻ്റെ ചിലവൊക്കെ നോക്കുകയാണെങ്കിൽ അത്രയും തന്നെ ചിലവൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കണക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ ഒരിക്കലും ചെയ്യാം. പല ആൾക്കാരും ഇപ്പോൾ ജസ്റ്റ് ഇത്ര കിലോ തീറ്റ കൊടുക്കും, കുറച്ച് ഷുഗർ ആഡ് ചെയ്യും, എമൗണ്ട് നോക്കാറില്ല എത്ര എമൗണ്ട് എന്നുള്ളത്. അപ്പോൾ അത് കറക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അത് എത്ര നൈട്രജൻ ഉള്ള ഫീഡിനകത്ത് നമ്മൾ ഇത്ര കാർബൺ സോഴ്സ് കൂടെ മതി, അതിനനുസരിച്ചിട്ട് മാത്രം ആഡ് ചെയ്താൽ മതി. കൂടുതൽ ഓവറായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരും. കാര്യം ഇപ്പോൾ ഓവറായിട്ട് ആയതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവുമില്ല, നമുക്ക് നഷ്ടമുള്ളൂ. കാര്യം ഓക്സിജൻ കുറയും. പിന്നെ ഈ പറഞ്ഞോട്ട് നമുക്ക് മറ്റ് ഈ ഷുഗറൊക്കെ നമ്മൾ കോസ്റ്റ് ചെയ്യാറുണ്ടാകും. അപ്പോൾ അത് നമ്മൾ എക്സ്ട്രാ വെറുതെ കൊടുക്കണം. അപ്പം കറക്റ്റ് കാൽക്കുലേഷൻ CN റേഷ്യോ കറക്റ്റ് ബാലൻസ് ചെയ്ത് നമ്മൾ അതിനനുസരിച്ചിട്ട് മാത്രം നമ്മൾ ഷുഗർ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വളരെ ലാഭമായിട്ട് കൊണ്ടുപോകാം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുഴപ്പമില്ല കൊണ്ടുപോകാം. പക്ഷേ ഇനി ഇതിൻ്റെ വില കൂടുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ രീതിയിൽ പോകണം. ഇപ്പോൾ ഹൈബ്രിഡിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫ്ലോക്ക് മാനേജ് ചെയ്യേണ്ടി വരില്ലേ? ഫ്ലോക്ക് മാനേജ്മെൻറ്റ് ഈ പറഞ്ഞില്ലേ, നമ്മൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് കൂടുതൽ നമ്മൾ കാർബൺ സോഴ്സ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ CN റേഷ്യോ ഇതിൽ കുറവായിരിക്കും. CN റേഷ്യോ കുറഞ്ഞ സിസ്റ്റത്തിൽ ഫ്ലോക്ക് ഡെൻസിറ്റിയും പൊതുവെ കുറയും. കാര്യം ഹെറ്ററോട്രോപ്സിൻ്റെ അതിനാവശ്യമായിട്ടുള്ള കാർബൺ സോഴ്സ് ഇത്ര എമൗണ്ട് കാർബണേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ കാർബണിന് ആനുപാതികമായിട്ടുള്ള ബയോമാസ് മാത്രമേ അതിലുണ്ടാകത്തുള്ളൂ. ഓവറായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാകത്തില്ല. നമ്മൾ ഷുഗർ കൊടുക്കും തോറും ഇപ്പോൾ നമ്മൾ നോർമൽ ഒരു ബയോഫ്ലോക് സിസ്റ്റത്തിൽ ഷുഗർ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ ബയോമാസ് കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് കാർബൺ മാക്സിമം കിട്ടുന്ന നൈട്രജൻ മുഴുവൻ ഇത് അതിൻ്റെ ബോഡി മാസാക്കി മാറ്റിക്കൊണ്ടേയിരിക്കും. അതേസമയം നമ്മളൊരു കാർബൺ സോഴ്സ് കൊടുക്കാത്തൊരു സിസ്റ്റത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മളൊരു 32 or 35 പ്രോട്ടീനുള്ള ഫീഡ് കൊടുത്താലും അതിൻ്റെ CN റേഷ്യോ 10 താഴെ പോകും. അതുകൊണ്ട് അതായത് നമ്മൾ കുറച്ച് ഈവൻ ഷുഗർ കൊടുത്തില്ലെങ്കിൽ പോലും ഇത് വർക്ക് ചെയ്യും. പിന്നെ ഈ ലിമിറ്റഡ് കാർബണാണ് നമ്മൾ കൊടുക്കുന്നത്. ഫീഡിൻ്റെ കൂടെ കിട്ടുന്ന കാർബൺ സോഴ്സ് മാത്രമേ അതിന് കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് എത്ര ബയോമാസ് ഉണ്ടാക്കുക അതേ അവിടെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ പിന്നെ ഫ്ലോക്കിൻ്റെ ഡെൻസിറ്റി അതുകൊണ്ട് തന്നെ കുറവായിരിക്കും. പിന്നെ സോളിഡ്സ് ഫീക്കൽ മാറ്റർ എന്തുമായാലും ഫിഷിൻ്റെ ഉണ്ടാവും, അതിലായിരിക്കും ഇത് പറ്റിപ്പിടിച്ചുണ്ടാകുന്നു. ബാക്കി വരുന്ന വേസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റിലിംഗ് ടാങ്ക് വഴിയോ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്റർ വഴി നമ്മൾ പുറത്ത് കളയണം. അല്ലെങ്കിൽ സെൻട്രൽ ഡ്രെയിനിൽ നിന്നോ എങ്ങനെ അത് സോളിഡ്സ് പുറത്ത് കളയണം എന്നുള്ളതാണ് ഇതിനകത്ത് മെയിനായിട്ടൊരു. ഇപ്പോൾ ഹൈബ്രിഡിൽ നമുക്ക് ഹൈ ഡെൻസിറ്റി എത്ര വരെ ചെയ്യാൻ പറ്റും? മേ ബി ഇതിനേക്കാളൊരു 5 കിലോഗ്രാം കൂടുതൽ ചെയ്യാൻ നോക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിലും നിങ്ങൾ ഒരു തവണ ഹാർവെസ്റ്റ് ചെയ്തിട്ടില്ലേ? അതിൽ നമ്മൾ ചെയ്താണ്. അതിൽ ഹാർവെസ്റ്റ് ചെയ്തതും ബയോഫ്ലോക്കിൽ ഹാർവെസ്റ്റ് ചെയ്തതും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതായിരിക്കും ബെറ്റർ? ഗ്രോത്ത് കൂടുതൽ കിട്ടിയത് അതിനകത്താണ്. ഗ്രോത്ത് കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഹൈബ്രിഡ്. നമ്മളത് എടുത്താണ് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതിൽ കുറച്ചുകൂടെ ഗ്രോത്ത് കിട്ടിയത് ഈ പറഞ്ഞ സിസ്റ്റത്തിലാണ്. അപ്പോൾ അതിൽ മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വന്നില്ല. നമ്മൾ വേറെ കാർബൺ സോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല അതിനകത്ത്. വീട്ടുകാർക്കാണെങ്കിലും അത് ആ സിസ്റ്റം കൊണ്ട് മാനേജറിൻ്റെ വീട്ടുകാരാണ് മാനേജ് ചെയ്യുന്നുണ്ടല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ബയോഫ്ലോക്ക് മാനേജ് ചെയ്യാൻ റിസ്ക് ആണോ? ഡെയിലി മോണിറ്ററിങ്ങും മറ്റും കാര്യങ്ങളും ഇതിനെപ്പറ്റി നല്ലതായിട്ട് അറിയുള്ള ഒരാൾ ഓപ്പറേറ്റർ അല്ലെങ്കിൽ പുള്ളിക്ക് പ്രശ്നമുണ്ടാകും. അതല്ലെന്നുണ്ടെങ്കിൽ അത്രയും സപ്പോർട്ട് കൊടുക്കാൻ വരുന്ന ഒരാൾ കാണും. അല്ലെങ്കിൽ ഇഷ്യൂ ഇപ്പോൾ നമ്മളിപ്പം ബയോഫ്ലോക്ക് സിസ്റ്റം ഒരാൾ നമ്മുടെ വീട്ടിലുള്ള ഒരാളെ ഏൽപ്പിച്ചിട്ട് പുറത്തൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഇതെല്ലാം കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വർഷക്കാലം ആയതുകൊണ്ട് തന്നെ ഇടിമിന്നൽ സാധ്യതകളുണ്ട്, പവർ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ബയോഫ്ലോക്കിനെ കുറിച്ചും മറ്റുള്ള സിസ്റ്റങ്ങളെ കുറിച്ചും പവർ ഫെയിലിയറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പവർ ഫെയിൽ ഇപ്പം നല്ല ഫുൾ സ്റ്റോക്കിൽ കിടക്കുന്ന സിസ്റ്റം ആണെങ്കിൽ അതിപ്പോൾ ബയോഫ്ലോക്ക് ആയാലും RS ആയാലും അഫക്റ്റ് ചെയ്യുമ്പം ആൾമോസ്റ്റ് ഒരുപോലെയൊക്കെ തന്നെയാണ്. RSൽ കുറച്ച് നേരം കൂടെ കൂടുതൽ നമുക്ക് കിട്ടും, റെസ്പോൺസ് ചെയ്യാനുള്ള സമയം കൂടുതലൂടെ കിട്ടും. കാര്യം അതിനകത്ത് സോളിഡ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ സോളിഡ്സ് അടിഞ്ഞിട്ടുണ്ടാകുന്ന അമോണിയയുടെ കൂടുതലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഓക്സിജനെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇതെന്ന് വെച്ചാൽ ഓക്സിജൻ മാത്രമല്ല, ഫിഷിനെ സർവൈവ് ചെയ്യാനായിട്ടുള്ള ഓക്സിജൻ മാത്രം RSൽ കൊടുത്താൽ മതി. മറ്റേന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്ലോക്ക് സസ്പെൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എയറേഷനോട് കൊടുക്കേണ്ടി വരും. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് എവിടെയെങ്കിലും അടിഞ്ഞ് കൂടിയിട്ട് അമോണിയ ഫോം ആവാനുള്ള സാധ്യതയുണ്ട്. അമോണിയ, ഹൈഡ്രജൻ സൾഫൈഡ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. അടിഞ്ഞു കൂടി കഴിഞ്ഞു നല്ല ഡെൻസിറ്റിയിൽ ഫ്ലോക്ക് ഉള്ളൊരു സിസ്റ്റം ആണെങ്കിൽ അടിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന്
സിസ്റ്റത്തിലുള്ള ഓക്സിജൻ മുഴുവൻ താഴും, അമോണിയ കൂടും, നൈട്രജൻ സൾഫൈഡ് വരും. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ബെറ്റർ നമ്മൾ ഏത് സിസ്റ്റം പവർ ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ ജനറേറ്റർ അങ്ങനെ എന്തെങ്കിലും ഒരു ബാക്കപ്പ് സംവിധാനം ഇല്ലെങ്കിൽ 2 സിസ്റ്റം ഏത് സിസ്റ്റം ആയാലും നമുക്ക് ഫെയിലിയർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബയോഫ്ലോക്കും RISും കൂടി ഒരുമിച്ചുള്ള ഹൈബ്രിഡ് സിസ്റ്റം നമ്മൾ അശ്വിൻ ഭായിയുടെ നമ്മൾ മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അന്ന് ആ സിസ്റ്റത്തിൽ വളർത്തിയുള്ള മത്സ്യത്തിൻ്റെ ഗ്രോത്തും നമ്മൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് വീഡിയോ കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാന്ന് വെച്ചാൽ ബയോഫ്ലോക്കും RISും കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് അശ്വിൻ ഭായ് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അശ്വിൻ ഭായിയുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് നോക്കാം. ആൾ ബിസി ആണെങ്കിൽ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് നോക്കുക. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.